ഹലോ ഗൈസ്, എല്ലാവർക്കും റിച്ചു ടോക്സ് ആൻഡ് ആഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ റിച്ചു എന്നോട് പറയാം, അമ്മ എനക്കൊരു മുട്ടയിടുന്ന താറാവിനെ ഉണ്ടാക്കി തരുമോ എന്ന്. ഇതെങ്ങനെയാണ് ഇപ്പം മുട്ടയിടുന്ന താറാവിനെ ഉണ്ടാക്കാന്നുള്ള ആലോചനയിലായിരുന്നു ഞാൻ. എന്തായാലും കുഞ്ഞ് പറഞ്ഞതല്ലേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു ഐഡിയയിൽ ഞാനങ്ങ് ചെയ്തു വരുമ്പോൾ സംഭവം സിമ്പിളാണ് കേട്ടോ. ഞാനൊരു പേപ്പർ എടുത്ത് ഇത് രണ്ടായിട്ട് മടക്കി അതിനുശേഷം അതിലേക്കൊരു താറാവിനെ വരച്ചു കൊടുത്തു. അതിനുശേഷം ആ താറാവിനെ കട്ട് ചെയ്തെടുത്തു. ഇപ്പൊ നമുക്കിവിടെ 2 താറാവിനെ കിട്ടിയിട്ടുണ്ട്. താറാവിന് നല്ല കളറെല്ലാം കൊടുത്ത് കുട്ടപ്പനാക്കി എടുക്കുന്നുണ്ട്. താറാവിന് കളർ കൊടുക്കുമ്പോൾ എനിക്കൊരു അബദ്ധം പറ്റി, ഒരു താറാവിൻ്റെ 2 ഭാഗത്തും കളർ കൊടുത്തു. കളർ കൊടുത്ത താറാവിൻ്റെ ഫ്രണ്ട് ഭാഗത്തിലായിട്ട് സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എക്സ്ട്രാ വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റി ഒരു താറാവിൻ്റെ ഫുള്ളായിട്ടും മറ്റേ താറാവിൻ്റെ ടാപ്പ് കുറച്ച് പുറത്തേക്ക് വരുന്ന രീതിയിലുമാണ് കട്ട് ചെയ്ത് മാറ്റുന്നത് കേട്ടോ, സെല്ലോ ടാപ്പ്. അതിനുശേഷം ഇതൊരു ബലൂൺ എടുക്കുന്നുണ്ട്, ഇതുപോലെ കെട്ടി കൊടുക്കുന്നുണ്ട്, കുറച്ച് പ്രസ്സാവുന്ന രീതിയിൽ. അതിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് സെല്ലോ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ ബലൂൺ നമുക്ക് താറാവിൻ്റെ ഉൾഭാഗത്തായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ബലൂണ് പുറത്തു നിന്നും കാണാത്ത രീതിയിൽ വേണം ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ താറാവ് രണ്ടും കൂട്ടി യോജിപ്പിക്കുക. നേരത്തെ ഒരു താറാവിൻ്റെ പുറത്തേക്ക് കുറച്ച് സെല്ലോ ടാപ്പ് വരുന്ന രീതിയിലാണല്ലോ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയത്. ആ ടാപ്പ് രണ്ടും കൂട്ടി യോജിപ്പിക്കുക. ഇവിടെ നല്ല അടിപൊളിയായിട്ടുള്ള മുട്ടയിടുന്ന താറാവിനെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സിമ്പിളായിട്ട് അടിപൊളിയായിട്ടും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഞാനിത് റിച്ചുവിന് കൊടുത്തു. ഓന് ഭയങ്കര സന്തോഷമായി. അപ്പം നിങ്ങളെ വീട്ടിലെ കുട്ടികൾക്കെല്ലാം ഇത് ജസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുക. കുട്ടികൾക്കല്ല, നമ്മൾക്കായാലും ഇത് ജസ്റ്റ് പ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു രസമാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.